സർ, ഞാൻ ഷാജഹാൻ. വിളിച്ചിരുന്നു കഥ പറയാനായിട്ട്. ഓ യെസ് എസ്, അകത്തേക്ക് വരൂ, ഇരിക്കൂ. കോഫി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. താങ്ക്സ്. ബാച്ചലർ ആയതുകൊണ്ട് തനിയെ ചെയ്യലേ നിർവാഹമുള്ളൂ. നാടങ്ങ് കാഞ്ഞിരപ്പള്ളിയില്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാ. കഥ കേൾക്കാൻ ഒരു ഏകാഗ്രത വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഒരു പുതുമുഖ സംവിധായകനെ എനിക്ക് സാറിനെ പോലെ ഒരു പ്രൊഡ്യൂസറോട് കഥ പറയാൻ ഇത്ര പെട്ടെന്ന് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. സി മിസ്റ്റർ ഷാജഹാൻ, ഞാൻ ഇതുവരെ ചെയ്ത 2 സിനിമകളും താരതമ്യേന പുതുമുഖ സംവിധായകരെ വെച്ച് തന്നെയായിരുന്നു. ഫിലിം ഇൻഡസ്ട്രിക്ക് ഗുണകരമായ എന്തെങ്കിലും പുതുമുകളും മെസ്സേജും കൊടുക്കാൻ ഇന്നത്തെ യുവ സംവിധായകർക്ക് സാധിക്കുമോ? സർ, എൻ്റെ കഥയെന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളുണ്ടാവാത്ത ദമ്പതികൾ കുട്ടികളുണ്ടായില്ല എന്ന കാരണത്താൽ സമൂഹത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്ക് പരിഹാസവും അപമാനവും ഏൽക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ വിഷമം സഹിക്കാനാവാതെ അവർ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നു. അങ്ങനെ ഒരു നാൾ എന്തായിരുന്നു പതിവില്ലാത്തത്ര സന്തോഷത്തിൽ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു ബോബി. എന്താ? ഇനി ആർക്കും നമ്മളെ പരിഹസിക്കാനോ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കാനോ സാധിക്കില്ല. ഞാനൊരു അമ്മയാവാൻ പോകുന്നു. പ്രതീക്ഷയറ്റുപോയ അവരുടെ മോഹങ്ങൾക്ക് അവിടെ ചിറക് മുളച്ചു തുടങ്ങി. എന്നിട്ട് ജീവിതം കൂടുതൽ സന്തോഷപൂർണമായി. അങ്ങനെയിരിക്കെ 5-ാം മാസത്തിൽ എന്താ ഡോക്ടർ, എന്തെങ്കിലും പറയാം. എല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. കാര്യങ്ങൾ അറിയുമ്പോൾ ഞെട്ടരുത്. ഫാക്റ്റ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സ്നേഹയുടെ ടെസ്റ്റുള്ള റിസൾട്ടിൽ സംശയം തോന്നി ഞാൻ ഓൺകോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമൂർത്തിയുമായി ഡിസ്കസ് ചെയ്തു. ഹീ റിവീൽ ദാറ്റ് അൺഫോർച്ചുനേറ്റ് ട്രൂത്ത്. നമ്മുടെ സ്നേഹ ഗർഭിണി മാത്രമല്ല, ഷീസ് എ ക്യാൻസർ പേഷ്യൻറ്റ്. അവൾ അനുനിമിഷം മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്ന ഒവേറിയൻ ക്യാൻസർ, അതാണ് അവളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. ഓ കഷ്ടം. ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലേ? പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുഞ്ഞിനെ ബാധിക്കും. എൻ്റെ 30 വർഷത്തെ പ്രാക്ടീസിനിടയ്ക്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇത്തരം കേസിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. മറിച്ചായാൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം, ഒപ്പം യൂട്രസ് റിമൂവലും. പിന്നീട് ഒരിക്കലും സ്നേഹം ഒരമ്മയാവില്ല. രണ്ടുപേരെയും രക്ഷിക്കാൻ ഒരു വഴിയുമില്ല ഡോക്ടർ. സോറി മിസ്റ്റർ ബോബി. നൗ സ്നേഹ ഈസ് ഇൻ ദ അഡ്വാൻസ് സ്റ്റേജ്. ഒരുപാട് വൈകിപ്പോയി. ഞാനിതെങ്ങനെ അവളോട് പറയും ഡോക്ടർ? വേറെ വഴിയില്ല ബോബി. ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് രോഗിയെ വിവരം അറിയിക്കുകയാണ് വേണ്ടത്.
ഇത്തരം കേസിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. മറിച്ചായാൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം. ഒപ്പം യൂട്രസ് റിമൂവലും. പിന്നീട് ഒരിക്കലും സ്നേഹം ഒരു അമ്മയാവില്ല. ഇത്തരം കേസിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. മറിച്ചായാൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം. ഒപ്പം യൂട്രസ് റിമൂവലും. പിന്നീട് ഒരിക്കലും സ്നേഹം ഒരു അമ്മയാവില്ല. എന്തുപറ്റി ബോബി? എന്തുപറ്റി? എന്തുപറ്റി ബോബി? നത്തിങ്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയൂ ബോബി. പ്രിയപ്പെട്ടൊന്ന് സ്വന്തമാക്കാൻ പ്രിയപ്പെട്ട മറ്റൊന്ന് കൈവിടണം. ഇവിടെ ഞാൻ ഏത് സ്വന്തമാക്കും? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? നിന്നെ എനിക്ക് വേണം സ്നേഹ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാം. എന്താ ബോബി, കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനോ? വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നപ്പോ പിന്നെ എന്തിനാ ബോബി ഇങ്ങനെ പറയുന്നത്? അവൻ പല കാര്യങ്ങളും പറഞ്ഞു നോക്കിയിട്ടും അവൾ സമ്മതിക്കാതെ വന്നപ്പോൾ അവളൊരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന സത്യം അവളോട് തുറന്നു പറയുന്നു. അത് കേട്ടവൾ തകർന്നു പോകുന്നു. പക്ഷേ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അവൾ വിസമ്മതിക്കുന്നു. ഇന്നലെ വരെ എനിക്ക് ബോബിയും ബോബിക്ക് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാകട്ടെ എൻ്റെ ഉദരത്തിൽ ഒരു പുതുജീവൻ വളരുന്നു. ആ കുരുന്ന ജീവൻ പറിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും നമ്മുടെ കുഞ്ഞ് ജീവിക്കണം. എങ്കിലും സ്നേഹ, ജീവൻ നൽകുക മാത്രമല്ല, അത് സംരക്ഷിക്കുക കൂടി ചെയ്യുമ്പോഴല്ലേ ബോബി സ്ത്രീ അമ്മയാവുന്നേ. എന്നാൽ അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അതിനു മുൻപിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതം മൂളുന്നു. അവിടെയാണ് സാർ ഞാനൊരു സോങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യെസ്, പെർഫെക്റ്റ് പെർഫെക്റ്റ്. നിലാവേ മിഴി നിറഞ്ഞതെന്തേ, കിനാവിൽ മുകിൽ മറഞ്ഞ സന്ധ്യ, സ്വയം പെയ്തു തീരും മുൻപേ കുരുന്നേകും വരമൊഴി കേൾക്കാൻ കാതോർക്കയായി അല പോൽ ചിതറും ഹൃദയം നോവുന്നു.
കിനാവേ മിഴി നിറഞ്ഞതെന്തേ കിനാവിൽ മൂക്കിൽ മറഞ്ഞ സന്ധ്യ. കാർമേഘങ്ങൾക്ക് മറയ്ക്കാതിരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ നിലാവെളിച്ചം എത്ര സുന്ദരമായേനെ അല്ലേ ബോബി? ബോബി, സ്നേഹ, ബോബി, കരയരുത് ബോബി. സന്തോഷത്തോടെ ഞാൻ പോട്ടെ. നമ്മുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരില്ലേ ബോബി? എനിക്ക് വേണ്ടിയിട്ടല്ലേ പപ്പ മമ്മി മരിച്ചത്? നമ്മുടെ സിനിമ ചെയ്യുന്നു ഷാജഹാൻ.